കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ബോധവൽക്കരണവുമായി സ്റ്റേറ്റ് പ്ലാറ്റ്ഫോം ഓൺ ക്ലൈമറ്റ് ആക്ഷൻ ഫോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത് എന്ന സംഘടന. കേരള നിയമസഭയും കേലാംസും യൂണിസെഫുമായി സഹകരിച്ചാണ് ബോധവൽക്കരണം നടത്തുന്നത്. നിയമസഭാ സ്പീക്കർ അധ്യക്ഷനായ സംഘടന നടത്തുന്ന ബോധവൽക്കരണത്തിന് നിയമസഭാ സെക്രട്ടറി, പരിസ്ഥിതി കമ്മിറ്റി അംഗങ്ങൾ, യൂണിസെഫ് പ്രതിനിധികൾ എന്നിവരെ കൂടാതെ ഓരോ ജില്ലയിൽ നിന്നും 2 പ്രതിനിധികളും നേതൃത്വം നൽകുന്നു. പരിപാടിയുടെ ഭാഗമായി നെല്ലിയാമ്പതി വിനോദസഞ്ചാര മേഖലയിലേക്ക് വരുന്ന സഞ്ചാരികളെ ബോധവൽക്കരിക്കുന്നതിനായി പ്ലാറ്റ്ഫോം അംഗങ്ങളായ അതുല്യ മോഹൻ, ദിയ എന്നിവർ നേതൃത്വം നൽകുന്നുണ്ട്. കാട്ടുതീ തടയേണ്ടതിന്റെ പ്രാധാന്യം, പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം, സൂര്യാഘാതത്തെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്നിവയടങ്ങിയ ലഘുലേഖ സഞ്ചാരികൾക്ക് വിതരണം ചെയ്യുകയും ഓരോരുത്തരെയും ബോധവൽക്കരിക്കുകയുമാണ് അംഗങ്ങൾ ചെയ്യുന്നത്. പോത്തുണ്ടി ചെക്ക് പോസ്റ്റിൽ വനംവകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വിനോദ് ലഘുലേഖ വിതരണം ചെയ്തുകൊണ്ട് നിർവഹിച്ചു. രാവിലെ 9:30 മുതൽ പ്ലാറ്റ്ഫോം അംഗങ്ങൾ ബോധവൽക്കരണത്തിൽ സജീവമാണ്. പ്ലാസ്റ്റിക് മാലിന്യത്തെ പൊരുതി തോൽപ്പിക്കാമെന്നതാണ് പരിപാടിയുടെ പ്രമേയം. സഞ്ചാരികളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സഹകരണമാണ് ഉണ്ടാകുന്നതെന്ന് അതുല്യയും ദിയയും പറയുന്നു. ഞങ്ങൾ സ്റ്റേറ്റ് പ്ലാറ്റ്ഫോം ഫോൺ ക്ലൈമറ്റ് ആക്ഷൻ ഫോർ ചിൽഡ്രൻ ആൻഡ് യൂത്ത് എന്ന പ്ലാറ്റ്ഫോമിലെ മെമ്പേഴ്സാണ്. ഞാനതിലെ യൂത്ത് റെപ്രസെൻറ്റേറ്റീവും ദിയ ചൈൽഡ് റെപ്രസെൻറ്റേറ്റീവുമാണ്. ക്ലൈമറ്റ് ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കേലാംസും നിയമസഭയും യൂണിസെഫും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഇത്. ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കറാണ് ഇതിൻ്റെ അധ്യക്ഷൻ. നിയമസഭാ സെക്രട്ടറി, പരിസ്ഥിതി കമ്മിറ്റി അംഗങ്ങൾ, യൂണിസെഫ് പ്രതിനിധികൾ, NSS, SPC തുടങ്ങിയ ഒട്ടുമിക്ക സംഘടനകളും ഇതിൻ്റെ ഭാഗമാണ്. ഇന്നിവിടെ വനം വകുപ്പുമായിട്ട് സഹകരിച്ചിട്ട് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആൻഡ് പ്രിവെൻറ്റ് ഫോറസ്റ്റ് ഫയർ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ് നമ്മളിവിടെ നടത്തുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ടൂറിസ്റ്റുകൾക്ക് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ബോധവൽക്കരണ ഇവിടെ നടത്തുന്നത്. UTV ന്യൂസ്, പാലക്കാട്.